വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ ഒരു ഈവനിങ് റുട്ടീനാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീടൊന്ന് മാറിയിട്ടുണ്ട്, നമ്മൾ വേറൊരു വീട്ടിലോട്ട് മാറി. അപ്പോൾ അതിൻ്റെ അറേഞ്ച് ചെയ്യലും ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേ ദിവസം പോയി. പിന്നെ വീഡിയോ ഇവിടെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം എടുത്തു. അതുകൊണ്ടാട്ടോ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ ഇന്നൊരു ഈവനിങ് റുട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ഇക്കാടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് വെളുപ്പിനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും അത്ര എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് ക്ലിപ്പിങ്സ് പോലെ എടുത്തിട്ടുള്ളൂ. അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കള മൊത്തം കുളമായിട്ട് കിടക്കാണ്. അതൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. കുറേ പാത്രങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം. അങ്ങനെ കുറേ പണിയുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് പായസം ഉണ്ടാക്കൽ നടക്കുമെന്നറിയില്ല. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഞാൻ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അത് നടക്കുമെന്നറിയില്ല, ക്ലീൻ ചെയ്ത് വരുമ്പോൾ മൂഡ് പോലിരിക്കും. അപ്പോൾ പായസം ഉണ്ടാക്കലൊക്കെ നടക്കുമെന്നറിയില്ല. അപ്പോൾ പറ്റുമെങ്കിൽ നമുക്ക് പായസം ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുള്ളൂ കേട്ടോ. പിന്നെന്തൊക്കെയുണ്ട്, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ കിച്ചൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണ് കേട്ടോ. മൊത്തം കുളമായി കിടക്കുകയാണ്. കുറേ പാത്രം കഴുകാനുണ്ട്, ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അങ്ങനെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പം അതാ ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു വീഡിയോ എടുത്തു. അപ്പം മൊത്തം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലോട്ട് മാറിയപ്പോഴത്തേക്ക് കിച്ചണായാലും എല്ലാം ഒരു അവിടുത്തെ കിച്ചണൊക്കെ കുറച്ചും കൂടി ചെറിയ കിച്ചണാണ്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനുശേഷം നമ്മൾ ഒന്ന് റെഡിയായി പുറത്തേക്ക് പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇക്കാടെ ബർത്ത്ഡേയുടെ ഒരു സ്പ്രേ ഉണ്ടായിരുന്നു, ഇങ്ങനെ മറ്റേ ഫോഗ് പോലെ വരുന്ന. അപ്പോൾ അതൊക്കെ അടിച്ച് അവരവിടെ കളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പർദ്ദയാട്ടോ ഇട്ടത്. അപ്പോൾ നമ്മൾ റെഡിയായി പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, ജസ്റ്റ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് ഒരു ഇന്ത്യൻ ഡിഷസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലായിട്ടാണ് വന്നത്. പക്ഷേ അവിടുത്തെ ഫുഡൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ജസ്റ്റ് മെനു തന്നെ നോക്കിയപ്പോൾ സാധാ കൂടുതലും ഷ്രിമ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. മറ്റ് വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയി. അത് ഒരു കബാബ് അങ്ങനെയുള്ള ഗ്രിൽഡ് ഐറ്റം ഒക്കെ കിട്ടുന്നൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പം അവിടെ എത്തിയപ്പോൾ മോള് ഭയങ്കര കളിയായിരുന്നു. അവിടെ 2 പിള്ളേരെ കിട്ടി കളിക്കാൻ. അങ്ങനെ ഭയങ്കര കളിയായിരുന്നു. അവരുടെ കളിയൊക്കെ നോക്കി ഞാൻ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോഴൊക്കെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. നല്ല മിക്സഡ് ഗ്രില്ലാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ ഷവർമ ഓർഡർ ചെയ്ത് അതിൻ്റെ കൂടെ നല്ല അടിപൊളി സോഫ്റ്റ് കുബൂസും പിന്നെ നല്ല ഹമസും സാലഡും അങ്ങനെ കുറേ ഐറ്റം ഉള്ള ഒരു പ്ലാറ്ററും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ഫുഡെന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ഗ്രിൽഡ് ചിക്കനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഒരു കുബൂസ് എടുത്തു, അതിലേക്ക് കുറച്ച് ഗ്രിൽഡ് ചിക്കൻ എടുത്തു. എന്നിട്ട് ആദ്യം ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്, അത് അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സോസൊക്കെ വെച്ചിട്ട് കഴിച്ചു നോക്കി, അതും അടിപൊളിയായിരുന്നു. പിന്നെ ഹമസും അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ നല്ല സോഫ്റ്റ് കുബൂസിനകത്തേക്ക് വീണ്ടും ഞാൻ കുറച്ച് സവോളയൊക്കെ വെച്ചിട്ട് പിന്നെ കുറച്ച് ഗ്രിൽഡ് ചിക്കനും വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കി. അടിപൊളി ഞാൻ കുറേ നേരമായിട്ട് പറയുന്നുണ്ടല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. അതിനുശേഷം അപ്പോഴത്തേക്ക് അതിൻ്റെ 11 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പം ഇത് കറക്റ്റ് ആ ഹൈവേ സൈഡിൽ തന്നെയുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ രാവിലെ തന്നെ എൻ്റെ ഒരു കസിൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ രാവിലെ ആയിട്ട് മോള് നല്ല ഉറക്കപ്പിച്ചയായിരുന്നു. ഞാൻ അവളെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് കൊണ്ടുപോവാണ്. അപ്പം നമ്മൾ അവിടെ നിന്നൊരു 10-15 മിനിറ്റേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഡൊമസ്റ്റിക് എയർപോർട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം അവിടേക്ക് വന്നു. അവന് ഫ്ലൈറ്റ് നേരത്തെ ലാൻഡ് ആയിരുന്നു. അതുകൊണ്ട് അവൻ കുറച്ച് നേരം പോസ്റ്റ് അടിച്ച് അവിടെ ഇരിക്കേണ്ട വന്നു. അതിനുശേഷം നമ്മൾ എയർപോർട്ടിലേക്ക് എൻട്രി ആയി. എയർപോർട്ടിലെത്തിയപ്പോഴത്തേക്ക് ഒരാൾ കരയാൻ തുടങ്ങി. ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ അവളെ കൊണ്ടുപോകുന്ന ഞാൻ വിചാരിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. അവിടുന്ന് കസിനെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ നേരെ മോൾക്ക് ഡയപ്പർ മേടിക്കാൻ വേണ്ടിയിട്ട് നെഹദിയിൽ വന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം നോക്കി ഡയപ്പറൊക്കെ മേടിച്ചു. അതിനുശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ.